തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനത്തിന് തുടക്കം. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്ന് വിജയ് അല്പസമയത്തിനകം മരക്കടയിലെ പ്രസംഗവേദിയിലെത്തും. കർശന ഉപാധികളോടെയാണ് പരിപാടിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, രാവിലെ 10:30 കൂടി തിരുച്ചിറപ്പള്ളിയിലെ പ്രസംഗവേദിയിലെത്തുക. 25 പ്രസംഗിച്ച ശേഷം 11 മണിയോടുകൂടി ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കുക. ഇതായിരുന്നു പോലീസ് വിജയ്ക്ക് മുന്നിൽ വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. എന്നാൽ ഇപ്പോൾ 2 മണിയാകാൻ പോകുമ്പോഴും വിജയ് ഈ പ്രസംഗ വേദിക്ക് അരികിലേക്ക് പോലും എത്തിയിട്ടില്ല. രാവിലെ 9:30 ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം തിരുച്ചിറപ്പള്ളി എയർപോർട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് പ്രചാരണ വാഹനത്തിലേക്ക് കയറി വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങിയ വിജയെ വഴിയിലുടനീളം പ്രവർത്തകർ കാത്തു നിന്ന് അഭിവാദ്യം ചെയ്യുകയായിരുന്നു. വാഹനത്തിന് മുന്നിൽ ഇരുന്ന് ഇവരൊക്കെ അഭിവാദ്യം സ്വീകരിച്ച ശേഷമാണ് വിജയ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിന്റെ 2 സൈഡിലും, അതായത് ഒരു 5.5 കിലോമീറ്റർ ആണ് ഈ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം. ആ 5.5 കിലോമീറ്റർ അദ്ദേഹം 4 മണിക്കൂർ കഴിഞ്ഞിട്ടും പിന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അദ്ദേഹം ഇവിടേക്ക് എത്താൻ ഇനിയും ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 6 മണി മുതൽ എത്തിയ പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുമില്ല. അവർ വിജയ് എത്തുന്നത് കാത്തു തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഈ ദിവസം തന്നെ ഈ സമയക്രമത്തിൽ വലിയൊരു മാറ്റം വന്നത് ഏത് തരത്തിൽ തുടർ പ്രചാരണങ്ങളെ ബാധിക്കും എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഈ സമയത്ത് തൊട്ടടുത്ത ജില്ലയിൽ പ്രസംഗിക്കാൻ പോലീസ് അനുമതി നൽകിയ സമയമാണിത്. അപ്പോഴാണ് അദ്ദേഹം ആദ്യ സ്ഥലത്ത് പോലും എത്താതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും 2 സ്ഥലം കൂടി ഇന്ന് പൂർത്തിയാക്കണം. മാത്രമല്ല, ഈ നിബന്ധന ഏതെങ്കിലും ഘട്ടത്തിൽ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ തുടർ അനുമതികൾ നൽകില്ല എന്ന് കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊരു മറ്റൊരു തർക്കത്തിലേക്ക് കൂടി വഴിവെക്കാം. എന്തായാലും വിജയ് 20 മിനിറ്റിനകം എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.